ശ്രീജിത്ത് പണിക്കർ നേരത്തെ പറഞ്ഞതുപോലെ ലഹരി വിമുക്തമാക്കാൻ സംസ്ഥാനം ലഹരി വിമുക്തമാക്കാൻ വിവിധ പരിപാടികൾ സർക്കാർ നടത്തുന്നു, മാധ്യമങ്ങളും നടത്തുന്നുണ്ട്. അതൊരു കൂട്ടായ പ്രവർത്തനം, സർക്കാരുമായി യോജിച്ച് തന്നെ പല മാധ്യമങ്ങളും പരിപാടികൾ ഒരു ദിവസം മുഴുവൻ നടത്തിയിട്ടുണ്ട്. ഞാനും അതിലൊരു പങ്കാളിയായിട്ടുണ്ട്. അതിൽ അറിയുന്ന പല കാര്യങ്ങളും, ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. കാരണം സ്കൂളുകൾക്ക് സമീപമുള്ള പെട്ടിക്കടകളിൽ മിഠായിയിലൂടെ ലഹരി എത്തിക്കാൻ, അങ്ങനെ ചെറിയ കുട്ടികളെ തന്നെ പിടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഓരോ പെട്ടിക്കടകളിലും അങ്ങനെയുള്ള നിർദ്ദേശം കൊടുക്കുന്നു, അവിടേക്ക് എത്തുന്ന മിഠായികൾ പരിശോധിക്കുന്നു. അങ്ങനെ കണ്ടെത്തിയ മിഠായിയുടെ പാക്കറ്റ് വരെ നമ്മളെ കാണിച്ചു തരുന്നുണ്ടായി. പക്ഷെ അത് പുറത്തേക്ക് കാണിച്ചാൽ ഒരുപക്ഷെ അത് വാങ്ങിക്കാൻ കുട്ടികൾക്ക് താല്പര്യമുണ്ടായാലോ എന്ന് പറഞ്ഞ് ആ ദൃശ്യം കാണിക്കേണ്ട എന്ന് വരെ ചില എക്സൈസ് ഉദ്യോഗസ്ഥർ നമുക്ക് നിർദ്ദേശം തരികയുണ്ട്. അപ്പോൾ അത്രത്തോളം ജാഗ്രതായി കുട്ടികളെ ഇതിലേക്ക് വരാതിരിക്കാനുള്ള, ഇതിൽ പെടാതിരിക്കാനുള്ള ഒരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായും നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ലഹരി ഉപയോഗത്തിൽ പിടിയിലാകുന്ന വിദ്യാർത്ഥികൾ, അത് 18ഓ 20ഓ അവർ വിദ്യാർത്ഥികൾ തന്നെയാണല്ലോ, അവരുടെ പേര് വിവരം, അവരുടെ പശ്ചാത്തലം ഒക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി അതൊരു വാർത്തയാക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ഈ ലഹരിയിൽ നിന്നും പുറത്തേക്ക് കടക്കുന്നുണ്ടോ? ശ്രീജിത്ത് പണിക്കർ, ഒരു അപമാന ഭാരമാണ്. ആ അപമാന ഭാരത്തിൽ നിന്നും ഒരുപക്ഷെ വാശിപ്പുറത്ത് വീണ്ടും അതിലേക്ക് പോകാനും അതിൽ തന്നെ തുടരാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ MLAയുടെ മകൻ എന്നതിൽ നിന്നും മാറ്റി നിർത്തി ആലോചിക്കുമ്പോൾ എന്താണ് പക്വമായ നിലപാട് ശ്രീജിത്ത്? അല്ല, നിയമപ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിയമം എല്ലായ്പ്പോഴും ഒരു ഡെറ്ററൻ്റ് ആയിട്ട് കൂടി പ്രവർത്തിക്കേണ്ടതാണ്. അതൊരു കറക്റ്റീവ് മെഷറായിട്ട് കൂടി പ്രവർത്തിക്കേണ്ടതാണ്. ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ പേര് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് അവർക്ക് നല്ലതാണോ, അവരുടെ ഭാവിക്ക് നല്ലതാണോ എന്നുള്ള ഒരു ഡിബേറ്റ് പണ്ട് മുതൽ തന്നെയുണ്ട്. അത് കേവലം ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിലല്ല, മറ്റു പല കേസുകളിലും അതിന് സൈക്കോളജിക്കലായിട്ടുള്ള റീസൺസ് പറയുന്ന ഡോക്ടർമാർ വരെയുണ്ട്, സൈക്കോളജിസ്റ്റുകൾ വരെയുണ്ട്. അതിലൊക്കെ തന്നെ പല ആൾക്കാരും പറയുന്നത് തന്നെ ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. കൗൺസിലിങ്ങിനുമായിട്ട് മറ്റും പോകുന്ന ആൾക്കാർ, ഇവരൊക്കെ പറയുന്നത് തന്നെ ഏതാണ്ട് ഒരു 25 വയസ്സിന് താഴെ പ്രായമുള്ള ആൾക്കാരുടെ വിവരങ്ങൾ തന്നെ പറയാൻ പാടില്ല. കാരണം ആ ഒരു സമയത്തേക്ക് തന്നെ അവരുടെ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റും മറ്റു കാര്യങ്ങളും, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോടുള്ള അവരുടെ പ്രതികരണം, താങ്കൾ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനോട് അവരെങ്ങനെയാണ് പ്രതികരിക്കുക തുടങ്ങിയ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിവിധ തലത്തിലാണ് ഓരോരുത്തർ പ്രതികരിക്കുക. അതിൻ്റെ ഒരു മെച്യൂരിറ്റി ലെവലൊന്നും ആ സമയത്ത് അവർക്ക് കിട്ടണമെന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ നിലവിലുള്ള സംവിധാനം അനുസരിച്ച് ഈ തരത്തിലുള്ള ഒരു പ്രിവിലേജ് നമ്മൾ നൽകുന്നത് പ്രായപൂർത്തിയായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. 18 വയസ്സിന് മുകളിലാണ് എങ്കിൽ നമ്മൾ ഏതൊരു ക്രൈം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുറ്റവാളികളുടെ ഡീറ്റെയിൽസ് മുഴുവൻ തന്നെ നമ്മൾ പറയാറുണ്ട്. അത് ഏത് തരത്തിലുള്ള, അതൊരു മോഷണമാണെങ്കിലും ഇത്തരത്തിലുള്ള കേസാണെങ്കിലും കൊലപാതകമാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിലവിലുള്ള സംവിധാനത്തിന്റെ അല്ലെങ്കിൽ നിലവിലുള്ള രീതി അനുസരിച്ച് നമുക്ക് ഈ വിവരം പുറത്തു വന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് എല്ലാവർക്കും 20 മുതൽ 24 വരെ പ്രായമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിലവിലത്തെ കാര്യത്തിൽ ഒരു പക്ഷേ അത് ഡിബേറ്റബിൾ ആണ്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുതുതായിട്ട് എന്തെങ്കിലും നിയമനിർമ്മാണം ഉണ്ടാകേണ്ടതുണ്ടോ, അവരുടെ ഭാവിയെയൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു അപ്രോച്ച് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാകണമോ എന്നതൊക്കെ തന്നെ ഒരു സെപ്പറേറ്റ് ഡിബേറ്റ് തന്നെയാണ്. അക്കാര്യം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ നിലവിലുള്ള അവസ്ഥ എന്താണ്? നിലവിലുള്ള അവസ്ഥയിൽ നമ്മൾ കാണുന്നത് 20 മുതൽ 24 വയസ്സ് വരെയുള്ള ആൾക്കാരാണ് ഇത് ഉപയോഗിച്ചത് എങ്കിൽ ഇതിനെ ന്യായീകരിച്ച് സംസാരിക്കുന്ന ആൾക്കാരുടെ പ്രായം എത്രയാണ്? എൻ്റെ കൺസേൺ അവിടെയാണ്. അതായത് ഇതൊക്കെ തന്നെ വളരെ ലളിതവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കുകയും ഇത് മാധ്യമങ്ങളാണ് ഇതിന് പിന്നിലെന്നും മാധ്യമങ്ങളുടെ പ്രത്യേക അജണ്ടയാണ് ഇതിന് പിന്നിലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട്, അപ്പോൾ ഉദാഹരണത്തിന് ശ്രീമതി പ്രതിഭ ആദ്യത്തെ ദിവസം പറഞ്ഞത് എന്താണ്? ആദ്യത്തെ ദിവസം പറഞ്ഞത് തന്നെ കുറച്ച് കുട്ടികൾ അവിടെ ചേർന്നിരിക്കുന്ന സമയത്ത് എക്സൈസ് അവരെ ക്വസ്റ്റ്യൻ ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ എന്നാണ്. രണ്ടാമത്തെ ദിവസമാണ് ഈ പുക വലിച്ചിരിക്കാം അല്ലെങ്കിൽ വലിച്ചിട്ടുണ്ട് എന്ന രീതിയിലത്തേക്ക് പോലും എത്തുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് പോലും ഇതൊരു ഡെവലപ്പിംഗ് സ്റ്റോറി എന്ന രീതിയിൽ അവർ മനസ്സിലാക്കുന്നു എന്നാണ് ഞാൻ അതിൽ കരുതുന്നത്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പോലീസ് ആണെങ്കിലും എക്സൈസ് ആണെങ്കിലും ഒക്കെ ഇത്തരം വിവരങ്ങൾ കിട്ടുന്നതിനെ ആശ്രയിച്ചിട്ടാണ് നടപടികൾ എടുക്കുക. നമ്മൾ സിസ്റ്റത്തിനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണെങ്കിൽ എക്സൈസിന് ഇതിനായിട്ട് സെപ്പറേറ്റ് ഇന്റലിജൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്പെഷ്യൽ സ്ക്വാഡുകളുണ്ട്, അവർക്ക് ഷാഡോ പോലീസിംഗ് സംവിധാനമുണ്ട്, ട്രെയിൻ അല്ലെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ചിട്ടുള്ള ഇവരുടെ സ്ക്വാഡുകളുണ്ട്, പട്രോളിങ്ങും ബോർഡർ ചെക്കിങ്ങും പോലെയുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ സംവിധാനമുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഇവർക്ക് ഇൻഫോമേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പം ഇതിലെ എവിടെ വെച്ച് നമ്മൾ ഇതിനെ തടയും, അല്ലെങ്കിൽ ഇതിന്റെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ കൺസംഷൻ ആണോ അതോ ഇതിന്റെ കൈവശം വെക്കലാണോ വിൽപ്പനയാണോ ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ആണോ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരെ ബോധവൽക്കരിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങൾ കാര്യക്ഷമമായിട്ട് പോകുന്നില്ല. അതിലേക്ക് പോകേണ്ടതുണ്ട്. അതിലപ്പുറം വിൽപ്പനയാണ് പ്രധാനമായും തടയേണ്ടത്. അതിലേക്ക് എത്രത്തോളം പോകുന്നത് ഒരു വലിയ ബിസിനസ്സായി തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ നിലയ്ക്കുള്ള നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വേണ്ടത്. മാധ്യമങ്ങളും അതിനൊപ്പം കൂടെ നിന്നിട്ടുണ്ട് എന്നുള്ളത് നേരത്തെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ്. വളരെ നന്ദി.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.